ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഇരുമ്പാമ്പുളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോണേ. എനിക്ക് കുറച്ച് ഇരുമ്പാമ്പുളി കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതെന്ന് പറയുമ്പോൾ അടിച്ചു മാറ്റി വന്നല്ല, അവർക്ക് തന്നത് തന്നെയാണ്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇരുമ്പാമ്പുളി നമുക്കൊരു 4 പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി അച്ചാറിടാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഒരു 10 വെളുത്തുള്ളി 2 പീസാക്കി എടുത്തത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി അരിഞ്ഞത് 1 ടീസ്പൂൺ, 2 തണ്ട് കറിവേപ്പില, കടുക് 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് പഞ്ചസാര വേണം, ഇത് ഓപ്ഷണലാണ്. പിന്നെ ആ ടിന്നിലിരിക്കുന്ന പൊടികൾ, ഒന്ന് ഉലുവാപ്പൊടിയും ഒന്ന് കായപ്പൊടിയാണ്. 2 പൊടികളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ 2 പൊടികളും എളുപ്പത്തിൽ എങ്ങനെ പൊടിക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് അതിൽ നോക്കാം. പിന്നെ 1 കപ്പോളം വിനാഗിരി ആവശ്യമുണ്ട്. പിന്നെ നല്ലെണ്ണ എടുക്കുന്നതാണ് അച്ചാർ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത്. അതില്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിലായാലും യൂസ് ചെയ്യാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇരുമ്പാമ്പുളി ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച ഇരുമ്പാമ്പുളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഈ അച്ചാറിലെ വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുമ്പാമ്പുളി എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത്. ഈ ഇരുമ്പാമ്പുളിയുടെ പച്ച നിറമൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ഇളം മഞ്ഞ നിറം ആവണ വരെ ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അത്യാവശ്യം നന്നായി തന്നെ ഇട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ അച്ചാറിലൊക്കെ നല്ലോണം ഉപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായി വരുള്ളൂ. ഇപ്പോൾ 1 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം ആ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം പുളിയുടെ പച്ചനിറമൊക്കെ മാറിയിട്ടൊരു ഇളം മഞ്ഞ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര മതിയാവും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അച്ചാറിൻ്റെ മസാലക്കൂട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. നല്ലെണ്ണ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അച്ചാറിന് എപ്പോഴും ടേസ്റ്റ് നല്ലെണ്ണ യൂസ് ചെയ്യണത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ. ഇനി പൊടികളൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എണ്ണ ആവശ്യം വരും. അതപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായി ചൂടായിട്ട് വരട്ടെ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം കടുകിട്ട് പൊട്ടിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കടുകൊക്കെ പൊട്ടാണ്ട് അങ്ങനെ തന്നെ കിടക്കും. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 കഷ്ണമാക്കിയിട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇനി അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടിയും കൂടി ചേർത്ത് ഇതൊക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ആ എണ്ണ ഒക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്.
പൊടികളൊക്കെ അങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ചുകൂടി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഈ അച്ചാറിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നല്ലെണ്ണയും അതുപോലെ വിനാഗിരിയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ച് നാളധികം ഇത് കേടുകൂടാതിരിക്കുകയും ചെയ്യും. ഇനി നമ്മൾ ആദ്യം വഴറ്റിയിട്ട് മാറ്റി വെച്ചിട്ടില്ലേ, ആ ഇരുമ്പാമ്പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇരുമ്പാമ്പുളി ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അധികമൊന്നും വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇതൊക്കെ നന്നായിട്ട് ഇരുമ്പാമ്പുളി നന്നായി വഴറ്റി വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് ഒരു ചെറിയ കപ്പോളം വരും വിനാഗിരി ഒഴിക്കേണ്ടി വരും ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ഷുഗർ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. എന്നാലും ഈ ഷുഗർ കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റേതായ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഷുഗർ ഇടുമ്പോഴും ഇല്ലാത്തപ്പോഴുള്ള ടേസ്റ്റിൻ്റെ വ്യത്യാസം. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കി നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഇരുമ്പാമ്പുളി അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇത് മാത്രം കൂട്ടി നമുക്കിനി ചോറുണ്ണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു.